വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭവനം ഫൗണ്ടേഷൻ കേരള, എ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്, രജിസ്റ്റേർഡ് ഓഫീസ് TC 13/287/1, പനച്ചമുട്ടി, മുളവന ജംഗ്ഷൻ, കുന്നുക്കുഴി, വഞ്ചിയൂർ PO, തിരുവനന്തപുരം 695-035. ടെലിഫോൺ നമ്പർ 0471 244 66 32. ഇമെയിൽ bfkerala@gmail.com. Bhavana Foundation Kerala, a government of Kerala undertaking, requires the following personnel on daily wage basis for 3 months. Name of post clerk cum typist. Number of vacancies 1. Qualification: pass in SLC examination or any other equivalent qualification. Post qualification experience: employees retired from the post of superintendent or clerk from Labour Department or Welfare Board under Labour Departments. Daily wage ₹800 per day. General instruction to application. തസ്തികയുടെ പേര് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് 1 വേക്കൻസി ആണുള്ളത്. ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SLC അല്ലെങ്കിൽ തത്തുല്യം. സൂപ്പർണ്ട് റിട്ടയർഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സൂപ്പറിൻ്റെ തസ്തികയിലോ അല്ലെങ്കിൽ ക്ലർക്ക് തസ്തികയിലോ ജോലി ചെയ്തവർക്ക് എവിടെ, അതായത് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത എംപ്ലോയിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സൂപ്പറിൻ്റെ തസ്തികയിലോ ക്ലർക്ക് തസ്തികയിലോ റിട്ടയർ ചെയ്തവർ. ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സൂപ്പർണ്ട് അല്ലെങ്കിൽ ക്ലർക്ക് തസ്തികയിൽ നിന്ന് റിട്ടയർ ചെയ്ത എംപ്ലോയീസിന് അപേക്ഷിക്കാവുന്നതാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ നിന്ന് ഉള്ള വെൽഫെയർ ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്തവർക്കും അപേക്ഷിക്കാം. ഡെയിലി വേജ് ആണ്, 800 രൂപയാണ് പെർ ഡേ വരുന്നത്. General instruction to applicants. 1. Only Indian national can apply for the above post. Application will be accepted in the appended field in application form only. Screening of applications will be done with reference to the qualification, age, experience, etc. specified for the above post. Mode of selection will be based on written test or interview depending on the number of eligible applications. Applications fulfilling the eligibility criteria as per notification will be called for written test or interview. Shortlisted candidate will have to submit the original certificate at a prescribed stage in the selection process. During verification of this document, if any of the data submitted by the candidate is found to be false or incorrect, they shall be disqualified and will not be permitted to attend further process of selection.
Before applying for the post, the candidate should ensure that he or she fulfills the eligibility and other norms mentioned in the advertisement or notification. Application should submit it to the Bhavanam Foundation Kerala office on or before 5 p.m. on 20 May 2025 by post, by hand, or by email. Candidates are advised, candidates are advised to submit application sufficiently early to avoid last minute rush. ഇന്ത്യൻ നാഷണൽസ് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ. ആപ്ലിക്കേഷൻ ഫോമിന്റെ മാതൃക ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ അതിന്റെ കോപ്പിയും ഇൻക്ലൂഡ് ചെയ്യണം. ആപ്ലിക്കേഷൻസ് 20 മെയ് മാസം 20 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റ് മെയ് 20 5 മണി വരെയാണ്. ഇമെയിൽ പോസ്റ്റ് ആയിട്ട് അയക്കാം, ബൈ ഹാൻഡ് ആയിട്ട് കൊടുക്കാം, ഇമെയിൽ അഡ്രസ് വഴിയും അയക്കാം എന്നാണ്. അപേക്ഷ ഫോമിന്റെ മാതൃക ഇതാണ്. ഭവന ഫൗണ്ടേഷൻ കേരള ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിൽ റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. അപ്ലൈ ചെയ്ത പോസ്റ്റ് ഏതാണെന്ന് കൊടുക്കണം. നെയിം കൊടുക്കണം. ഫാദർ നെയിം, ഓക്കുപ്പേഷൻ ഓഫ് പേരന്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയന്, മെറിറ്റൽ സ്റ്റാറ്റസ് എന്നിവ കൊടുക്കേണ്ടതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് കൊടുക്കണം. സ്റ്റാർട്ടിങ് റീസെന്റ് ഫസ്റ്റ്. അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കോളത്തിൽ കൊടുക്കേണ്ടതാണ്. വർക്ക് ഓഫ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഈ കോളത്തിൽ കൊടുക്കേണ്ടതാണ്. ഇതോടൊപ്പം ഒരു ഡിക്ലറേഷൻ കൂടെ സബ്മിറ്റ് ചെയ്യണം. If selected, approximate time required to join duty. ഇവിടെ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം എല്ലാ ഡിക്ലറേഷൻ എല്ലാം ഫിൽ ചെയ്യുക. പ്ലേസും ഡേറ്റും വെച്ച് സിഗ്നേച്ചർ താഴെ കൊടുക്കേണ്ടതാണ്. സിഗ്നേച്ചർ Thanks for watching.
എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷനിൽ നിന്നും ഓൾ സെലക്ട് ചെയ്യും. ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.